പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കയറൽ. ഇന്ന് ഓഗസ്റ്റ് മാസം 19, സഖാവ് P. കൃഷ്ണപിള്ള ദിനം. ജീവിച്ചിരിക്കുന്ന കാലത്തും അന്തരിച്ചിട്ട് 77 വർഷം കഴിഞ്ഞ ഇന്നും സഖാവ് എന്ന പദം കൊണ്ട് കേരളീയർ ഓർക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, സഖാവ് P. കൃഷ്ണപിള്ള. നമ്മൾ ഇന്നും സഖാവിനെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ വികാരം എന്നുമെന്നും നിലനിൽക്കുകയും ചെയ്യും. സഖാവ് പടുത്തുയർത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നാടാകെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിനുള്ള തെളിവ്. മണ്ണിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട് കിടന്നിരുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരോടൊപ്പം നിന്ന് മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിന്റെ വീരേതിഹാസമാണ് സഖാവ് കൃഷ്ണപിള്ള. സഖാവ് പടുത്തുയർത്തിയ മഹത്തായ വിപ്ലവ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റ മികവാർന്ന യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനത്തിന് വേർപെടുത്താനാവാത്ത വിധം ഇഴകിച്ചേർന്ന് കണ്ണിയായി നാം വളരുക എന്നതായിരിക്കണം സഖാവിനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം. വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്ത് മണ്ണാപ്പള്ളി നാരായണൻ നായരുടെയും പാവൂർ കുടുംബത്തിൽ പാർവതി അമ്മയുടെയും മകനായി 1906 സഖാവ് കൃഷ്ണപിള്ള ജനിച്ചു. ദാരിദ്ര്യം കാരണം 5ാം തരത്തിനപ്പുറം പഠിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും അമ്മാമനും എല്ലാം മരിച്ചപ്പോൾ 15ാം വയസ്സിൽ തന്നെ സഖാവ് കൃഷ്ണപിള്ള തറവാട്ടിൽ കാരണവരായി. ആലപ്പുഴയിൽ കയർ തൊഴിലാളിയായി കുറച്ചുകാലം ജോലി ചെയ്തു. ശേഷം നാട്ടിലെത്തി തറവാട് ഭാഗിച്ചു കൊടുത്ത് സ്വതന്ത്രനായി നാടുവിടുകയായിരുന്നു. പല സ്ഥലങ്ങളും സന്ദർശിച്ച് 1922 മടങ്ങിയെത്തി. പിന്നീട് നാട്ടിലൊരു ചായക്കട തൊഴിലാളിയായി. അതിനിടയ്ക്ക് ഹിന്ദി പഠിച്ചു. 1924 നടന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടു. 1927 വീണ്ടും നാടുവിട്ടു. അലഹബാദിൽ എത്തി അവിടെ നിന്നും ഹിന്ദി പഠിച്ചു. 1929 ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ മുഴുവൻ സമയ പ്രചാരകനായി. 1930 കേരള ഗാന്ധി കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തു. തുടർന്ന് ജയിൽവാസം. ജയിലിൽ കിടക്കുമ്പോൾ വിപ്ലവകാരിയായ മോട്ടാ സിംഗുമായി പരിചയപ്പെട്ടു. മോട്ടാ സിംഗ് കൃഷ്ണപിള്ളയോട് പറഞ്ഞു, ഉപ്പ് വാരാൻ പോകുന്നതിന് പകരം സർക്കാരിന്റെ ഖജനാവ് പിടിച്ചുവാരി ജയിലിൽ വന്നുകൂടായിരുന്നു എന്ന്. ഈ സംവാദം കൃഷ്ണപിള്ളയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചു. അതുവരെ ഗാന്ധിസമാണ് ഏറെ ശ്രേഷ്ഠമെന്ന് വാദിച്ച കൃഷ്ണപിള്ള 1934 ആയപ്പോഴേക്കും ഗാന്ധിസം സന്ധിയുടെയും കീഴടങ്ങലിന്റെയും തത്വമാണെന്നും മാർക്സമാണ് ശരിയായ പോംവഴിയെന്നും വിശ്വസിക്കുന്നതിലേക്ക് മാനസികമായി വളർന്നു. ഇതിനകം കൃഷ്ണപിള്ള സാഹിത്യ വിശാരദ എന്ന പരീക്ഷ പാസ്സായി കഴിഞ്ഞു. ബിരുദത്തിന് തുല്യമായ പരീക്ഷ. ഇതോടുകൂടി തന്നെ ഇംഗ്ലീഷ് ഭാഷയും കരസ്ഥമാക്കി. കൃഷ്ണപിള്ള എറണാകുളത്ത് മുഴുവൻ സമയ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തു. കുറച്ചുകാലം തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരുടെ അടിമകളായി നാട്ടുരാജ്യം ഭരിക്കുന്ന നാട്ടുരാജാക്കന്മാർക്ക് എതിരെ സമരം ചെയ്യുന്നതിലും ഭേദം മലബാറിൽ പോയി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. കൃഷ്ണപിള്ള ജോലി ഉപേക്ഷിച്ച് കോഴിക്കോട്ടെത്തി. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹ സമരം ശക്തിപ്പെടുത്തി. കോഴിക്കോട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 45ഓളം കർമ്മഭടന്മാർ ഉപ്പ് കുറുക്കാനുള്ള ചട്ടിയുമായി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്തു. സഖാവ് കൃഷ്ണപിള്ള ത്രിവർണ്ണ പതാകയുമേന്തി ഏറ്റവും മുന്നിൽ. കടപ്പുറത്ത് ഉപ്പ് കുറുക്കാൻ ആരംഭിച്ചപ്പോൾ പോലീസ് സൂപ്രണ്ട് ആമു സാഹിബിന്റെ നേതൃത്വത്തിൽ ആയുധധാരികളായ പോലീസുകാർ കടുത്ത മർദ്ദനം അഴിച്ചുവിട്ടു. അടിയേറ്റ് തലപൊട്ടിക്കേറിയ സഖാവ് മൃതപ്രായനായി നിലത്ത് വീണു. തുടർന്ന് ക്രൂരമായ മർദ്ദനം. സഖാവിന്റെ കയ്യിലുള്ള ത്രിവർണ്ണ പതാക പിച്ചിച്ചീന്താൻ ശ്രമിച്ചു. കർമ്മധീരനായ ആ പടയാളി ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്നു. എടുത്ത് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ എത്തുമ്പോഴും പതാക നെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കൃഷ്ണപിള്ള വീണ്ടും കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം അടക്കമുള്ള സമര പരിപാടികളിൽ പങ്കെടുത്തു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. KPCCയുടെ വടകര സമ്മേളനത്തിൽ അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനമെടുത്തു. കേളപ്പന്റെയും AKGയുടെയും നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സമരത്തിന്റെ ചൂട് കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കി സഖാവ് കൃഷ്ണപിള്ള ബ്രാഹ്മണർക്ക് മാത്രം അടിക്കാൻ അവകാശമുള്ള മണി സോപാനത്തിൽ കയറി കൃഷ്ണപിള്ളയെ അടിച്ചു. മണി അടിച്ചതിന്റെ പേരിൽ അമ്പലവാസികളായ നായന്മാർ കൃഷ്ണപിള്ളയെ പൊതിരെ തല്ലി ഏറ്റുവാങ്ങുമ്പോഴും കൃഷ്ണപിള്ള നിർത്താതെ മണി അടിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് കൃഷ്ണപിള്ള പറഞ്ഞു,
ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പുറത്തടിക്കും എന്ന്. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം തൽക്കാലത്തേക്ക് അടച്ചിട്ടു. കോഴിക്കോട്ട് വെച്ചാണ് കൃഷ്ണപിള്ള EMSുമായി കണ്ടുമുട്ടുന്നത്, പരിചയപ്പെടുന്നത്. 1934 ബോംബെയിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണമായി. EMS ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നടന്ന കേരള സമ്മേളനത്തിൽ വെച്ച് കൃഷ്ണപിള്ളയെ കേരള ഘടകം സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഈ സമ്മേളനത്തിൽ EMS, AKG, കേരളീയൻ, KPR, K ദാമോദരൻ, EB കുഞ്ഞമ്പു, NC ശേഖർ, KP ഗോപാലൻ, MK കേളുവട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1935 EMS നേതൃത്വത്തിൽ പ്രഭാതം എന്ന വാരിക പുറത്തിറങ്ങി. തുടർന്ന് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ നിരവധി തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. കാലിക്കറ്റ് ലേബർ യൂണിയൻ, തിരുവണ്ണൂർ കോട്ടൺ മിൽ വർക്കേഴ്സ് യൂണിയൻ, ആറോൺ മിൽ യൂണിയൻ, ഫറോക്കോട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ. തുടർന്ന് ഈ സംഘടനയുടെ എല്ലാം നേതൃത്വത്തിൽ നിരവധിയായ പണിമുടക്കങ്ങളും സമരങ്ങളും തുടർന്നു. 1937 കോഴിക്കോട്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന് രൂപം നൽകി. K ദാമോദരൻ, P കൃഷ്ണപിള്ള, NC ശേഖർ, EMS ഇവരായിരുന്നു അംഗങ്ങൾ. SV ഘാട്ടയാണ് പ്രസ്തുത ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തത്. കേരള ഘടകത്തിന്റെ സെക്രട്ടറിയായി കൃഷ്ണപിള്ളയെ തെരഞ്ഞെടുത്തു. 1939 മെയ് 12, 13, 14 തീയതികളിൽ KPCCയുടെ രാഷ്ട്രീയ സമ്മേളനം വെക്കളത്ത് വെച്ച് നടന്നു. സമ്മേളനത്തിന്റെ പൂർണ്ണ ചുമതല KPR-നായിരുന്നു. ആ സമയത്ത് KPCCയുടെ സെക്രട്ടറി സഖാവ് EMSും പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി. തുടർന്ന് 1939 ഡിസംബർ പിണറായി പാറപ്പുറത്ത് വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ചേർന്നു. ആ സമ്മേളനം ഒന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുത്തു. സമ്മേളനത്തിൽ സഖാവ് കൃഷ്ണപിള്ള, AKG, EMS, കേരളീയൻ, NC ശേഖർ, KP ഗോപാലൻ, KPR ഗോപാലൻ, മയാരത്ത് ശങ്കരൻ, EK നായനാർ, MK കേളുവട്ടൻ, KV നാരായണ നമ്പ്യാർ, AV കുഞ്ഞമ്പു, സർദാർ ചന്ദ്രവത്ത് തുടങ്ങി 90ഓളം സഖാക്കൾ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ കൃഷ്ണപിള്ളയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടുകൂടി കൃഷ്ണപിള്ള, EMS, AKG തുടങ്ങിയവർ ഒളിവിൽ പോയി. 1940 സെപ്റ്റംബർ 15 മർദ്ദന പ്രതിഷേധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. 40 സെപ്റ്റംബർ 15 മർദ്ദന പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായാണ് മൊറാഴ സംഭവം നടന്നത്. തുടർന്നുണ്ടായ കേസിൽ KPR-നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും സഖാവറാക്കലിനടക്കം ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കുകയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണപിള്ളയെ വൈക്കത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. കന്യാകുമാരി ശുചീന്ദ്ര ക്ഷേത്രത്തിനടുത്തുള്ള എടലാക്കുടി സബ് ജയിലിലാണ് കൃഷ്ണപിള്ളയെ തടവിലിട്ടത്. 1942 മാർച്ചിൽ ജയിൽ മോചിതനായി. ജയിൽവാസകാലത്ത് ആണ് കൃഷ്ണപിള്ള തങ്കമ്മയെ പരിചയപ്പെടുന്നത്. ജയിലിനകത്ത് ഹിന്ദി പുസ്തകങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ജയിൽ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരിയായിരുന്ന ഹിന്ദി പഠിച്ച തങ്കമ്മയിൽ നിന്നും പുസ്തകം ശേഖരിച്ചാണ് കൃഷ്ണപിള്ളയ്ക്ക് എത്തിച്ചു കൊടുത്തത്. തുടർന്ന് ഹിന്ദിയിൽ എഴുതുന്ന സർക്കുലറുകൾ ജയിൽ ഉദ്യോഗസ്ഥന്മാർ മുഖേന പുസ്തകങ്ങളിൽ തങ്കമ്മക്ക് എത്തിക്കുകയും തങ്കമ്മ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പാർട്ടി സഖാക്കളുടെ അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കലും തങ്കമ്മയുടെ ജോലിയായിരുന്നു. ജയിൽ മോചിതനായ ശേഷം തങ്കമ്മയെ കൃഷ്ണപിള്ള രജിസ്റ്റർ വിവാഹം ചെയ്തു. 1943 കോഴിക്കോട്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടക സമ്മേളനം നടന്നു. കൃഷ്ണപിള്ളയെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നിരവധിയായ പോരാട്ടങ്ങൾ കൃഷ്ണപിള്ള നേതൃത്വം നൽകി. 1943 കയ്യൂർ സഖാക്കളെ ജയിലിൽ പോയി കണ്ട് യാത്ര പറയുമ്പോൾ അവർ മുഴക്കിയ മുദ്രാവാക്യം സഖാക്കളെ മുന്നോട്ട് എന്നായിരുന്നു. ജയിൽ സന്ദർശനത്തെക്കുറിച്ച് കൃഷ്ണപിള്ള രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 1943 മാർച്ച് 29 ബ്രിട്ടീഷ് നേതൃത്വം കയ്യൂർ സഖാക്കളെ തൂക്കിലേറ്റുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് PC ജോഷിയോടൊപ്പം കേരള ഘടകം സെക്രട്ടറി എന്ന നിലയിൽ ആണ് കയ്യൂർ സഖാക്കളെ സന്ദർശിച്ചത്. ആയിരങ്ങൾ ജയിൽ കവാടത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ടു നിൽക്കുന്ന സമയം ഇരുമ്പ് ഗേറ്റിന്റെ കവാടം തുറന്നു. കുമ്പിട്ട് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ജയിലരുടെ പുസ്തകത്തിൽ ഒപ്പുവെച്ചു. തുരങ്കങ്ങൾ കണക്കെയുള്ള ഊടുവഴികളിലൂടെ നടന്ന് ഒടുക്കം കണ്ടം സെല്ലുകളുടെ വാതിൽ. ആദ്യ 4 സെല്ലുകളിൽ അവർ ഉണ്ടായിരുന്നു. അക്ഷോഭ്യരായി മുഷ്ടി ചുരുട്ടി അവർ അഭിവാദ്യം ചെയ്തു. കയ്യൂർ സഖാക്കൾ പറയുന്ന കാര്യങ്ങൾ കൃഷ്ണപിള്ളയാണ് തർജ്ജമ ചെയ്തു കൊടുത്തത്. കയ്യൂർ സഖാക്കൾക്ക് വിവിധ ദേശക്കാരായ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും എഴുതിയ ഒരു ശേഖരം കത്തുകൾ കൃഷ്ണപിള്ളയുടെ കയ്യിലുണ്ടായിരുന്നു. PC ജോഷി സഖാക്കളോട് പറഞ്ഞ കാര്യം കൃഷ്ണപിള്ള സഖാക്കൾക്ക് മൊഴിമാറ്റി കൊടുത്തു. PC ജോഷി പറഞ്ഞു, പാർട്ടി മറ്റാരേക്കാളും നിങ്ങളെ 4 ആളെയും കുറിച്ച് അഭിമാനിക്കുന്നു. അംഗങ്ങളുടെ എണ്ണം 100കളിലായിരുന്ന കാലത്താണ് നിങ്ങൾ പ്രസ്ഥാനത്തിൽ അണിചേർന്നത്. ഇന്ന് 1,70,000-ഓളമായിരിക്കുന്നു അംഗങ്ങൾ. നിങ്ങൾ ഉയർത്തിയ കൊടി ഞങ്ങൾ ഏറെ ഉയരത്തിൽ പാറിക്കും. നിങ്ങൾ വീരന്മാരെ പോലെ പൊരുതിയ യുദ്ധം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ രക്തസാക്ഷിത്വം പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നഷ്ടമാവുകയാണ്. നിങ്ങൾ
പാർട്ടിയിൽ ചേർന്നതോടുകൂടി ജനങ്ങളൊന്നാകെ മാതാപിതാക്കളായി. ശേഷിക്കുന്ന 1,70,000 വരുന്ന സഖാക്കൾ നിങ്ങളുടെ കുടുംബത്തെ അവരുടേത് കണക്കെ സ്നേഹിക്കും. പാർട്ടി അവരുടെ കുടുംബമാകും. ഓരോ പാർട്ടി മെമ്പറും അവരുടെ മക്കളും. നിങ്ങളെ കാണാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നിറഞ്ഞ ദിനമായി ഞാൻ കരുതുകയാണ്. നിങ്ങളെക്കാളേറെ നിങ്ങൾ സ്നേഹിച്ച പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിന്നും ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ എന്തെങ്കിലും സന്ദേശം അവർക്കായി നൽകുവാനുണ്ടോ? അപ്പുവും ചിരുകണ്ഠനും കുഞ്ഞമ്പ നായരും അബൂബക്കറും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അവരെ ആശ്വസിപ്പിക്കണം. വിഷമിക്കാൻ ഒന്നുമില്ലെന്ന് പറയണം. കമ്മ്യൂണിസ്റ്റുകാരായ ആ 4 ഉത്തമ യുവ നേതാക്കളുടെ ധീരതയും മുദ്രാവാക്യങ്ങളും മരണത്തിനു മുമ്പിൽ ലേശം പോലും വിരുദ്ധമില്ലാതെ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹത്തായ വിമോചന പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി മരണത്തെ തൃണവൽഗണിച്ച് അവരുടെ ധൈര്യവും ആവശ്യവും കൃഷ്ണപിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുനഃപ്രവായലാർ സമരസേനാനി സഖാവ് VS പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്തത് സഖാവ് P. കൃഷ്ണപിള്ളയാണ്. കഴിഞ്ഞ മാസം നമ്മളെ വിട്ടുപിരിഞ്ഞ സഖാവ് VS സ്മരണകൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ദിവാൻ ഭരണത്തിനെതിരെ പുനപ്രയിലും വയലാറിലും ജനങ്ങൾ അണിനിരത്തി ഐതിഹാസികമായ പോരാട്ടം നടത്തി. അതുപോലെ വടക്കേ മലബാറിലെ കർഷക സമരങ്ങൾ, തൊഴിൽ സമരങ്ങൾ സംഘടിപ്പിച്ചതിൽ പ്രധാനി സഖാവ് P. കൃഷ്ണപിള്ള തന്നെയാണ്. 1947 സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്ന് 1948 പാർട്ടിയുടെ 2ാം കോൺഗ്രസ് കൽക്കത്തയിൽ നടന്നു. തുടർന്ന് പാർട്ടി നിരോധിക്കപ്പെട്ടു. കൃഷ്ണപിള്ളയെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കൃഷ്ണപിള്ള കേരളത്തിൽ കാലുകുത്തിയ ഉടനെ തന്നെ ഒളിവിൽ പോകേണ്ടി വന്നു. 1948 ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് അന്തരിക്കുന്നതുവരെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കൃഷ്ണപിള്ളയും NC ശേഖറും തമ്മിൽ കണ്ടുപിരിഞ്ഞത്. NC ശേഖറുള്ള ഷെൽട്ടറിൽ കൃഷ്ണപിള്ള എത്തി. രഹസ്യ ചർച്ച കഴിഞ്ഞ് കൃഷ്ണപിള്ള മടങ്ങിയത് 19-ാം തീയതി വെളുപ്പാൻ കാലത്ത് 4 മണിക്കാണ്. ആലപ്പുഴയിലെ കണ്ണാർക്കാട്ട് ചെല്ലക്കണ്ടത്തിൽ നാണുവിൻ്റെ വീട്ടിലെത്തിയ കൃഷ്ണപിള്ളക്ക് രാവിലെ 10 മണി കഴിഞ്ഞ സമയത്താണ് സർപ്പദംശനമേറ്റത്. സുഹൃത്തുക്കൾ ആകാവുന്നതെല്ലാം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല എന്ന ലേഖനത്തിന്റെ അടിയിൽ അദ്ദേഹം എഴുതി, എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എൻ്റെ ശരീരം തളരുകയാണ്, എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്. ഇതായിരുന്നു അന്ത്യം. കൃഷ്ണപിള്ളയെക്കുറിച്ച് EMS എഴുതി 1932 മുതൽ 48 മെയ് മാസം വരെ ഒരു ഷെൽട്ടറിൽ നിന്നും അവസാനമായി പിരിയുന്നത് വരെ 16 കൊല്ലം 4 മാസം എൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ മാത്രമല്ല വ്യക്തിപരവും കുടുംബപരമായ കാര്യങ്ങളിൽ കൂടി എനിക്ക് താങ്ങും തണലുമായ സഖാവാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ KPR എഴുതി, ത്യാഗസന്നദ്ധതയും ദൃഢചിത്തതയും ആത്മാർത്ഥതയും ആദർശശുദ്ധിയും ഉണ്ടെങ്കിൽ മാർക്സത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരന് ഒരു മഹാമനുഷ്യനായി വളരാൻ കഴിയുമെന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കൃഷ്ണപിള്ളയായത്. 1948 കാന്തളൂട്ടും ഞാനും കണ്ണൂർ ജയിലിൽ കിടക്കുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞു, നമ്മുടെ സഖാവ് കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ചുപോയി എന്ന്. ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പടനായകൻ മരിച്ച പോർക്കളത്തിലെ പടയാളികളെ പോലെ ഞങ്ങൾ അമ്പരന്നുപോയി. അതുപോലെ വയലാർ സമരത്തിന്റെ പടനായകൻ CK കുമാരപണിക്കർ എഴുതി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് സഖാവ് പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത കിട്ടും. ഞാൻ ആകെ പരവശനായി യോഗം നിർത്തിവെച്ചു. അപ്പോൾ മറ്റ് സഖാക്കൾ ചോദിച്ചു, സർ, CPയുടെ പട്ടാളത്തിന്റെ വെടിയേറ്റ് തളർന്നും മരിച്ചു വീഴുന്ന സമയത്ത് നേരിൽ കണ്ട് അവിടെ നിന്നും എടുത്ത് മാറ്റാനും മരിക്കാത്തവർക്ക് വൈദ്യസഹായം എത്തിക്കുവാനും എല്ലാം നേതൃത്വം കൊടുത്ത നിങ്ങൾക്ക് എന്തു പറ്റി? അതുപോലെയാണോ ഇത് ഈ നഷ്ടം? രക്തസാക്ഷികളെപ്പോലെയും നമ്മളെപ്പോലെയുമുള്ള ആയിരക്കണക്കിന് സഖാക്കളെ വളർത്തിയെടുത്ത സഖാവിൻ്റെ നഷ്ടം. അതാണ് ഞാൻ തളർന്നുപോയത്. കുമാരപണിക്കർ പൊട്ടിക്കരഞ്ഞുപോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരൻ്റെ ദുഃഖത്തെ ഉന്മൂലനം ചെയ്ത് അവരെ ആനന്ദത്തിലേക്ക് നയിക്കുന്നതിനുതകുന്ന മൗലിക പരിവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും കഴിയില്ല. സഖാവ് കൃഷ്ണപിള്ള അന്യരുടെ ദുഃഖത്തിൻ്റെ അടിവേരിളക്കി ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള വഴി വെട്ടിത്തെളിക്കുകയും അതിനുവേണ്ടി സ്വയം വേദന അനുഭവിക്കുകയും ചെയ്തു. പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ച കർമ്മധീരനാണ് സഖാവ് P. കൃഷ്ണപിള്ള. സഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.